അങ്ങനെ വീണ്ടും ഒരു തോൽവി കൂടി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങി. അതും നമ്മുടെ ഫസ്റ്റ് ഹോം മത്സരമായ കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച്. അപ്പം മത്സരം നമ്മൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു അമ്പലത്തിൽ പടക്കം പൊട്ടുവാണ്, ആ ഒരു അവസ്ഥയാണ്, പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ. നമ്മുടെ കളി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫസ്റ്റ് ഹാഫ് നല്ലതായിട്ട് കളിച്ചു. പക്ഷെ 47-ാം മിനിറ്റിൽ ചാങ്ടെ, ക്യാപ്റ്റൻ, മുംബൈയുടെ ക്യാപ്റ്റനായ നമ്മുടെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ചാങ്ടെ, നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ ഗോളിലാണ് ഇപ്പം മുംബൈ ജയിച്ചിരിക്കുന്നത്, 1-0. അപ്പം അത്യാവശ്യം നല്ലതായിട്ട് കളിച്ചു. എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ല, കളി തോറ്റിരിക്കുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വർഷം നമുക്ക് കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്ത് നമ്മുടെ ഒരു വിഷമം അങ്ങ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കളി കണ്ടിട്ടുണ്ടോ ഇല്ലയോ, എങ്ങനെ കളിച്ചു, നന്നായി കളിച്ചോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും കളിച്ചു, അത്യാവശ്യം കളിച്ചു. പിന്നെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു പെനാൽറ്റി സത്യം പറഞ്ഞാൽ ഫൗള് ചെയ്ത് മുംബൈ പ്ലെയർ, അതായത് മുംബൈ പ്ലെയേഴ്സ് നമ്മുടെ ഡയസിനെ ഫൗള് ചെയ്തിട്ട് പുള്ളി വീണ് കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത പ്ലെയർ ഷോട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു പെനാൽറ്റി വിളിക്കുന്നത്. നമ്മുടെ റഫറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, പണ്ടേ എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതേ ഇത് തന്നെ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നു. അപ്പം അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പം എന്തായാലും കളി നോക്കിക്കഴിഞ്ഞാൽ നല്ല കളിയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ ഗോൾ കീപ്പറിന്റെ കാര്യം എടുത്തു പറയാൻ, പുള്ളി ഒരു പെനാൽറ്റി സേവ് ചെയ്തു, ഒട്ടും പ്രഷറില്ലാതെ തന്നെ കളിച്ചു. അപ്പോൾ എന്തായാലും മികച്ച ഒരു പുതിയൊരു താരോദയമാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സന്ദീപിന്റെ കാര്യമൊക്കെ ആണല്ലോ എടുത്തു പറയാം. നമുക്ക് ഡാനിഷ്, സന്ദീപ് ഇവരൊക്കെ നല്ലതായിട്ട് കളിച്ചു. എന്നാൽ തോൽവി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പണ്ടേ അങ്ങനെയാണ്. നല്ലതായിട്ട് കളിച്ച് ലാസ്റ്റ് കൊണ്ട് കര ഉടയ്ക്കുന്ന ഒരു പ്രതീതിയാണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലതായിട്ട് കളിച്ചു. അപ്പം ഇനി അടുത്ത മത്സരത്തിൽ വിജയിക്കട്ടെ, അതായത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് കപ്പടിക്കണം എന്നേലും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിപ്പ് തുടരാം. അല്ല ഇപ്പം എന്താ ചെയ്യുക.